ആദ്യമായിട്ടാണ് 2 ജില്ലകളിൽ ഒരേ സമയം നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലപ്പുറത്തും പാലക്കാടും. ഈ 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ മലപ്പുറത്തെ കേസ് പേഷ്യന്റിന്റെ മരണശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വേളയിലാണ് ഫോറൻസിക് സർജൻ പേഷ്യന്റിന്റെ ലങ്സും അതുപോലെ തന്നെ ബ്രെയിനും കണ്ട് നിപ്പയാണോ എന്നുള്ളത് സസ്പെക്ട് ചെയ്ത് സാമ്പിൾസ് എടുത്തത് ട്രൂനാറ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തി. അതിനുശേഷം PCR കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തു. അത് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. അതിനുശേഷം കൺഫർമേഷനാണ് പിന്നീട് NIV പൂനെയിൽ നിന്ന് ഉണ്ടായത്. പാലക്കാട് കേസ്, പാലക്കാട് മണ്ണാർക്കാട് ക്ലിനിക്കിൽ പനിയായി പോയി. പിന്നീട് അവിടെ നിന്ന് മലപ്പുറത്തേക്ക് വന്ന് ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റഡായി. അവിടെ വെച്ച് ആണ് ഹോസ്പിറ്റൽ അത് സാമ്പിൾസ് സസ്പെക്ട് ചെയ്ത് നിപ്പ സംശയിച്ചിട്ട് സാമ്പിൾ എടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ട് സാമ്പിൾ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അത് പോസിറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തിയത്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ഫോറൻസിക് സർജൻ പ്രത്യേകമായിട്ടും ആ ടീം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം കേസ് അവിടെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഈ 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മലപ്പുറത്ത് 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട് 209 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഈ 2 കേസിൻ്റെ, പാലക്കാട് എന്ന് പറയുമ്പോൾ 2 കേസിൻ്റെ മാത്രമാണ്. ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട്. അങ്ങനെ ആകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സമ്പർക്ക പട്ടികയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 27 പേരാണ്. അതായത് 461 പേരാണ് 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇപ്പോൾ 5 ജില്ലകളിലാണ് സമ്പർക്ക പട്ടികയിലുള്ളവരുള്ളത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം. അപ്പോൾ ഈ 461 പേരിൽ 27 പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ. ഈ 27 പേരിൽ 4 പേര് പനി ലക്ഷണങ്ങളുണ്ട്. 2 പേര് മലപ്പുറം കേസിൻ്റെ സമ്പർക്കത്തിലുള്ളവരും 2 പേര് പാലക്കാട് കേസിൽ സമ്പർക്കത്തിലുള്ളവരുമാണ്. പാലക്കാട് കേസിൽ സമ്പർക്കത്തിലുള്ളവർ 2 പേർ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളാണ്. മലപ്പുറം കേസിൽ സമ്പർക്കത്തിലുള്ള പനി ലക്ഷണങ്ങളുള്ള 2 പേർ, ഒരാൾ ഈ പേഷ്യൻറ്റിൻ്റെ CT എടുത്ത CT ടെക്നീഷ്യനാണ്, 2 മറ്റൊരു ആശുപത്രിയിലെ ഹെൽത്ത് വർക്കറാണ്. അപ്പോൾ ഈ 4 പേരുടെയും സാമ്പിൾസ് വീണ്ടും ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ 46 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 46 അല്ല, 48 പേരുടെ, ഈ 2 പോസിറ്റീവ് കേസ് കൂടി ചേർത്താൽ 48 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഈ 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് 46 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അത് 23 സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 23 സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് പരിശോധിച്ചത്. അതിൽ 46 സാമ്പിളുകൾ നെഗറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തി. 2 സാമ്പിളുകളാണ് ഈ പറഞ്ഞതുപോലെ ഈ 2 കേസാണ്. ഒന്ന് പാലക്കാട് കേസും 2 മലപ്പുറത്തെ കേസും, ഈ 2 കേസും പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, 2 കേസിലും രോഗവ്യാപനം ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണുന്നൊരു സമയമാണ്. ഈ ഒരു സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് രോഗതീവ്രത ഉള്ള സമയത്താണ് രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ വൈറസ് മറ്റൊരാളിലേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ വരാനിടയുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം, ഈ ദിവസങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ
വളരെ സൂക്ഷ്മമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ഒരാളും സമ്പർക്ക പട്ടികയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യും. CCTVയുടെ സഹായം തേടി ആണ്, CCTV ഫൂട്ടേജ് എടുത്തിട്ടാണ് പല സമ്പർക്കത്തിലുള്ളവരെയും കണ്ടെത്തിയിട്ടുള്ളത്. കോണ്ടാക്ട്സിൽ ലിസ്റ്റിൽ പലരെയും കണ്ടെത്തിയിട്ടുള്ളത് CCTV ഫൂട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലീസ് നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലും പോലീസിൻ്റെ സഹായം നല്ല നിലയിൽ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തും പാലക്കാടും ഇപ്പോഴും ആ പോലീസിൻ്റെ സഹായം ചില കാര്യങ്ങളിൽ, അതായത് നമ്മുടെ പാലക്കാട് ഒരു ക്ലിനിക്കിൽ, മണ്ണാർക്കാടുള്ളൊരു ക്ലിനിക്കിൽ CCTV എടുത്തപ്പോഴാണ്, ഫുട്ടേജ് എടുത്തപ്പോഴാണ് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ളവരൊക്കെയാണോ അവിടെ ഉള്ളതെന്ന് പരിശോധിച്ചപ്പോൾ, അപ്പോൾ അതൊരു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ പിന്നീട് അത് ആരാണെന്ന് കണ്ടെത്തി, മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടെത്തിയിട്ട് അവസാനം വന്ന് ഓഫായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 ജില്ലയിലെയും പോലീസ് ടീം അത് പരിശോധിച്ചിട്ട് ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് നിന്ന് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അത് 2 ജില്ലയിലെയും പോലീസ് ടീം കൂടി പരിശോധിച്ചിട്ട് അത് ഉറപ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകമായി കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ജില്ലാ കളക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പ്രത്യേകമായിട്ട് നടപ്പിലാകുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം എന്ന ജില്ലയ്ക്ക് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ദയവായിട്ട് പാലിക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് പാടില്ല. വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട്. അപ്പോൾ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ആശുപത്രിയാകട്ടെ, കൂടുതലും ആശുപത്രികളിലാണ്, കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ, ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടത് ഹൈഡ് ചെയ്യരുത്, ഒളിപ്പിക്കരുത്, മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേക്കൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻകഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 8706 വീടുകളാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉണ്ടായിരുന്നത്. 8706 വീടുകളും ഈ പനി സർവൈലൻസ്, ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട്. അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ്, ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത്, നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ, വളാഞ്ചേരിയിലെ കേസും ഈ 2 കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ, അതിന് മൊബൈൽ ടവർ ലൊക്കേഷൻസ്, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു. പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഈ 3 കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് കണ്ടെത്തി. ഈ 2 കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു. അതോ ഇതൊരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ 2 പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ, വൈറസ് 2 പേരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു. അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഒരു ഫൈനലായിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെൻറ്റ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 96% പൂർത്തിയാക്കി. അപ്പോൾ 2 ജില്ലകളിൽ മലപ്പുറത്ത് 8706 വീടുകളാണ്. പാലക്കാടും മലപ്പുറവുമായി 12627 വീടുകൾ ഇതുവരെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്.